അപ്പം നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പലരെയും കാണുമ്പോൾ ഒരു വിശേഷം ചോദിക്കും, ഇവിടെ എങ്ങനെ അതെ ബദേൺ ഗാർഡൻ കേട്ടോ. അപ്പോൾ ചെടികളൊക്കെ മേടിക്കണവർ, ഇത് പുതിയതാണ്, ചേറ്റുവ റോട്ടിലുള്ളത് കേട്ടോ, ചേറ്റുവ റോട്ടിലാണുള്ളത്. അപ്പോൾ ചെടികളൊക്കെ ആർക്കെങ്കിലും മേടിക്കാനുണ്ടെങ്കിൽ ഇവിടെ മേടിക്കാം. അപ്പം നാളെ നമ്മൾ അതിൻ്റെ അകത്തൊരു വീഡിയോസ് എടുത്തിട്ട് തരാം. ഓക്കെ. പിന്നെ ഇതേ ഇവിടെ നമ്മുടെ ജ്വല്ലറി ഉണ്ട് ഇവിടെ. ഇത് ബൈപ്പാസ് ബസ് സ്റ്റാൻഡിൽ നിന്ന് വരുന്ന ബസ്സുകളാണത്. ഇത് ജ്വല്ലറിയിൽ ആൾക്കാർ സ്വർണ്ണമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബൈപ്പാസ് ഇതാണ്, ചാവക്കാട് ബൈപ്പാസ്. ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് വരുന്നത് ഈ റൂട്ടിലാണ്. ഇതിങ്ങനെ സുധർമ്മ ലാബ് ഉണ്ട് ഇവിടെ കേട്ടോ, സുധർമ്മ സ്പെഷ്യൽ ലബോറട്ടറി ഇതുണ്ട്. ഇനിയിപ്പോൾ ജോലി കഴിഞ്ഞ് അന്നത്തിനുള്ള അന്നം തേടി പോയ ആൾക്കാർ തിരിച്ചു വരുന്ന വീഡിയോസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ബംഗാളികളൊക്കെ ജോലി കഴിഞ്ഞിട്ട് പോകണം. ഇവിടെ ബൈപ്പാസ്, ഇവിടെ കുറേ ഡെൻ്റൽ ക്ലിനിക്ക്, അക്ഷയ കേന്ദ്രം, വാഹന ഇൻഷുറൻസ്, അങ്ങനെ കുറേ ഉണ്ട്. കൂട്ടുങ്ങൽ നിധി ലിമിറ്റഡ് ബാങ്കാണ്. ഇവിടെ ഇങ്ങനെ കുറേ സ്ഥാപനങ്ങളുണ്ട്. വീണ്ടും ഞാൻ ബൈപ്പാസിലേക്ക് കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പുതുതായിട്ട് എന്തോ തുടങ്ങിയിട്ടുണ്ട്, നോ പാർക്കിംഗ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് അറിയില്ല, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇത് ചാവക്കാട്. ഇത് ചാവക്കാട് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഷാ ലൈറ്റിനിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. എല്ലാവിധ ലൈറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഒരുപാട് വിലയൊന്നുമില്ല കേട്ടോ. അപ്പോൾ വീട്ടിലേക്കൊക്കെ ആവശ്യമായ ലൈറ്റ്സ്, ഷോ ലൈറ്റ്സ് ഒക്കെ വേണമെന്നവർക്ക് ഇവിടെ വരാം. പിന്നെ ഇവിടെ ഒരു സലഫി മസ്ജിദ് ഉണ്ട് കേട്ടോ. നിസ്കരിക്കണവർക്ക് ഇവിടെ നിസ്കരിക്കുക. സലഫി മസ്ജിദ്. പക്ഷേ നല്ല മഴക്കാറുള്ളതുകൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ടെക്സ്റ്റൈൽസൊക്കെ, ഒരുപാട് ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ചിക്കിങ് കണ്ടില്ല, ഇവിടെ ചിക്കിങ് ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ടെക്സ്റ്റൈൽസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ കുറേ താത്തമാരൊക്കെ നിൽക്കണ കാരണം ഞാൻ അങ്ങോട്ട് എടുത്തില്ല. വണ്ടി വന്നിട്ട് അവർ വണ്ടിയിൽ കയറി പോകുന്നു. പിന്നെ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത് നല്ല എൻ്റെ ചാവക്കാടിൻ്റെ മനോഹരമായിട്ടുള്ള തുണിക്കടകളുണ്ട് ഇവിടെ. കളർഫുള്ളായിട്ടുള്ള നല്ല ഡ്രസ്സുകളൊക്കെ ഉണ്ട്. ബ്രൈഡൽ സെലക്ഷൻസൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ. പിന്നെ ഡ്രീംസ്, ലഷ് ബേബി, അങ്ങനെ കുറേ ഉണ്ട്. ഈ പേരുകളൊക്കെ വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, വായ കൊള്ളാത്ത പേരുകളാണ് ഇതൊക്കെ. വീഡിയോ വല്ലാണ്ട് ഞാൻ ലെങ്ത് ആക്കി കൊണ്ടുപോകണില്ല, കാരണം അടുത്ത ഭാഗം ചെയ്യണം. ഇവിടെ അങ്ങനെ ഒരു തട്ടുകട ഉണ്ട്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ സ്നാക്സും സംതിങ് വാട്ട് എവർ യു വാണ്ട് യു വിൽ ഗെറ്റ് ഫ്രം ഹിയർ. സോ യു ക്യാൻ ഗോ ഹിയർ. ഇതാണ് നമ്മുടെ ചാവക്കാട് ബസ് സ്റ്റാൻഡ്, കൂട്ടുങ്ങൽ ചത്വരം കണ്ടില്ലേ. ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ സ്റ്റേജാണ്. ഇവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ബസ് സ്റ്റേഷൻ, ചാവക്കാട് ബസ് സ്റ്റാൻഡാണിത്. ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ ആൾക്കാർ ബസ് കാത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അങ്ങനെ ബസ് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ചാവക്കാട്. പിന്നെ ഇതാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരമാണിത്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. ഇവിടെ ആംബുലൻസ് എന്താ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, ആംബുലൻസ് അത്. പിന്നെ നമ്മുടെ കൂട്ടുങ്ങലങ്ങാടി, അതാണിത് കൂട്ടുങ്ങലങ്ങാടി എന്ന് പറയുന്ന ചാവക്കാടാണിത്.
അപ്പോൾ അതെ നമ്മുടെ ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ. പിന്നെ അതെ ഇവിടെ കുറേ ബേക്കറീസ് വാട്ട വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇതാ ബസ് സ്റ്റാൻഡ്. ഇവിടെ നല്ല മനോഹരമായിട്ടൊരു ചെടി ഇവിടെ പൂത്ത് നിൽക്കുന്നുണ്ട്. ഈ ചെടിയുടെ പേരറിയുന്നവരൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തണം. പിന്നെ ഇവരിത് അപ്പം ഇവിടെയൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ആൾക്കാർ ജോലി കഴിഞ്ഞ് വരുന്നവരൊക്കെ ഇതാണ്. ഇത് ചാവക്കാട് സെൻട്രലിലേക്ക് പോകുന്ന വഴിയാണ്. ബസ് വന്നിട്ട് സെൻട്രലിലേക്ക് പോകുന്നത്. ഇത് നമ്മൾ ഏനാമാവ് റോഡാണത്. തൃശ്ശൂർ ഏനാമാവ് റോഡ്. നമ്മൾ ഇത് കണ്ട പച്ചക്കറി കട. ഇപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഇതാണ് ഏനാമാവ് റോഡ്, ചാവക്കാട്. ഹായ്. അപ്പോൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഹായ്.